GCC രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ സൗദി അറേബ്യയിൽ തുടരുന്നതിന് സൗദി മന്ത്രിസഭ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇനി മുതൽ ഒരു വർഷത്തിനിടെ പരമാവധി 90 ദിവസം മാത്രമേ ഇത്തരം വാഹനങ്ങൾ രാജ്യത്ത് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ട്രാഫിക് നിയമപ്രകാരം കടുത്ത നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതര ഗൾഫ് രാജ്യങ്ങളിലെ നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ സൗദിയിൽ ദീർഘകാലം നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനാണ് പുതിയ നീക്കം. സൗദി പൌരന്മാരോ രാജ്യത്തെ താമസക്കാരോ ഉപയോഗിക്കുന്ന GCC വാഹനങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമാണ്. ഒരു വർഷത്തിനുള്ളിൽ ആകെ 90 ദിവസം മാത്രമേ വാഹനം സൗദിയിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നിച്ചായാലും പല തവണകളായാലും 90 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതിർത്തി കടന്ന് വാഹനം എത്തുന്ന ദിവസം മുതൽ ഈ കാലാവധി കണക്കാക്കും. എന്നാൽ അംഗീകൃത റെന്റൽ കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനങ്ങൾക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട്. 90 ദിവസത്തിൽ കൂടുതൽ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകണം. മന്ത്രാലയം അപേക്ഷ പരിശോധിച്ച ശേഷം പ്രത്യേക അനുമതി നൽകുകയാണെങ്കിൽ മാത്രമേ വാഹനം രാജ്യത്ത് തുടരാൻ പാടുള്ളൂ. കസ്റ്റംസ് വിഭാഗം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. നിശ്ചിത കാലാവധി കഴിഞ്ഞും വാഹനം രാജ്യത്ത് തുടരുന്നത് ട്രാഫിക് നിയമലംഘനമായി കണക്കാക്കും. ഇത്തരക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. രാജ്യത്തെ ഗതാഗത ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെയും നിയമവിരുദ്ധ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ ചട്ടം. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.